سيدنا محمد إمام المتقين ورسول رب العالمين صلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين ما بعد. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال: إن لله مئة رحمة أنزل منها رحمة واحدة بين الجن والإنس والبهائم. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഹബീബായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്: ഇന്ന ലില്ലാഹി മിഅത റഹ്മത്തിൻ അൻസല മിൻഹാ റഹ്മതൻ വാഹിദ. അല്ലാഹുവിന് 100 റഹ്മത്ത് ഉണ്ടത്ര. അല്ലാഹുവിന്റെ കാരുണ്യത്തിലെ 100 റഹ്മത്ത്. ആ 100ൽ അൻസല മിൻഹാ റഹ്മതൻ വാഹിദതൻ ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹാഇമി വൽ ഹമാം. ഈ ഭൂമി ലോകത്തേക്ക് മനുഷ്യവർഗം, ജിന്നുവർഗം, മറ്റു ജീവജാലങ്ങൾ മുഴുവൻക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ 100 റഹ്മത്തിൽ നിന്ന് ഒരു റഹ്മത്ത് മാത്രമാണ് ഈ ഭൂമിയിലേക്ക് ഇറക്കിയത്. ആ റഹ്മത്തിലാണ് മനുഷ്യരും മൃഗങ്ങളും കാരുണ്യം കാണിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർ പരസ്പരം കാരുണ്യം കാണിക്കുന്നത്, മൃഗങ്ങൾ അവരുടെ കുഞ്ഞിനോട് കാരുണ്യം കാണിക്കുന്നത്, ഇങ്ങനെ തുടങ്ങി ഈ ലോകത്ത് നമ്മൾ കാണുന്ന കാരുണ്യത്തിന്റെ കാഴ്ചകൾ മുഴുവനും അല്ലാഹുവിന്റെ റഹ്മത്തിലെ 100 റഹ്മത്തിൽ ഒന്ന് മാത്രമാണ്. ആ ഒരു റഹ്മത്ത് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ഹദീസിൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്: വഅഖറല്ലാഹു 99 റഹ്മതൻ യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ 99 റഹ്മത്തും പിന്നെ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഉണ്ടാകും. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ 99 റഹ്മത്തും നാളെ ഖിയാമത്ത് നാളിൽ ആഖിറത്തിലേക്ക് ഇബാദത്തിന് വേണ്ടിയിട്ട് അല്ലാഹു മാറ്റി വെച്ചിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീകളെ, പരിശുദ്ധമായ റഹ്മത്തിന്റെ അവസാന ഘട്ടത്തിലാണ്, റഹ്മത്തിന്റെ 10ലെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ഇന്നിപ്പോ നോമ്പ് 8 ഇനി 2 ദിവസം കൂടി മാത്രമാണ് ശേഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിന് ആത്മാർത്ഥമായി ലഭിക്കാൻ വേണ്ടി ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ ദുആ ചെയ്യണം, നമ്മൾ ഇബാദത്തുകൾ നിർവഹിക്കണം. അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാത്തവർക്ക് വലിയ പരാജയം മാത്രമാണ് ഖിയാമത്ത് നാളിൽ ഉണ്ടാകുന്നത്. അവന്റെ റഹ്മത്ത് കൊണ്ടാണ് ഓരോ അടിമകളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതും. അല്ലാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി അടിമകൾ സദാ അല്ലാഹുവിനോട് തേടിക്കൊണ്ടിരിക്കണം. അതിന്റെ 10ന്റെ കേവലം ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. 99 റഹ്മത്തും എന്റെ അടിമകൾക്ക് വേണ്ടി ഖിയാമത്ത് നാളിലേക്ക് ഞാൻ മാറ്റിവെച്ചെന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റഹ്മത്ത് എത്ര വലുതാണ്. ഈ ഭൂമി ലോകത്ത് നമ്മൾ കാണുന്ന കാരുണ്യങ്ങൾ, ഏതൊക്കെ രീതിയിലുള്ള കാരുണ്യങ്ങൾ കാണുന്നുണ്ട്, ഏതൊക്കെ ക്രൂരമായ ആക്രമണങ്ങളിൽ പോലും പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്ന, റെസ്പോൺസ് ചെയ്യുന്ന കാരുണ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അല്ലെ, ജീവജാലങ്ങളൊക്കെ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യം നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ കാരുണ്യങ്ങൾ മുഴുവനും അത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഒരു അംശം മാത്രമാണ്. ബാക്കിയുള്ള 99 ഖിയാമത്ത് നാളിലേക്ക് അടിമകൾ തിന്മയായി പേക്കൂത്തിലൂടെ ജീവിച്ച അടിമകൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കാണിക്കുന്ന ആ ഒരു ലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. നമുക്ക് വേണ്ടത് ആ റഹ്മത്ത് നമുക്ക് ലഭിക്കണം. ആ റഹ്മത്ത് ഇല്ലെങ്കിൽ സ്വർഗപ്രവേശനം ലഭ്യമല്ല. അതുകൊണ്ട് ആത്മാർത്ഥമായ റഹ്മത്തിനെ തേടിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നാം ഈ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലെ സ്വീകരിക്കട്ടെ. അതിന്റെ സവാബുകൾ നമുക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർ, നമ്മുടെ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും ഹിദ്റാത്തിലേക്ക് എത്തിക്കട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലും സുഖത്തിലും ആക്കി കൊടുക്കട്ടെ. നമ്മുടെ ശിഷ്ടകാല ജീവിതം പരിപൂർണമായ ഇഖ്ലാസോടുകൂടെ, റാഹത്തോടുകൂടെ, സലാമത്തോടുകൂടെ ഉള്ളതാക്കി തരട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.